ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം എന്നല്ല, സന്ധ്യ സമയം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നെയ് റോസ്റ്റ് മതി. ചോറ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം പലഹാരം കഴിക്കാനാണ്. എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നിർബന്ധമായിട്ട് ചോറ് കഴിപ്പിക്കും കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ചോറുണ്ടതുകൊണ്ട് ഇപ്പോൾ വൈകിട്ട് നെയ് റോസ്റ്റ് ചുട്ട് കൊടുക്കാമെന്ന് വെച്ചു. ചിക്കനുണ്ട്, അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോൾ കഴിച്ചോളും. ഒരു നെയ് റോസ്റ്റ്, അതിൽ കൂടുതലൊന്നും കഴിക്കില്ല, എന്നാലും മതി, ഉള്ളതാകട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ നെയ് റോസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരൊക്കെ വിചാരിക്കുമായിരിക്കും ഹാളൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന്. കാരണം ഇവർ സ്കൂളിൽ പോകുന്ന ഒരു ടൈം മാത്രമേ നമുക്കെല്ലാം നീറ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ഇങ്ങനെ ഇരിക്കും. നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും അവരതിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. സെറ്റിയിലൊക്കെ ആണെങ്കിലും നമ്മൾ വിരിച്ചിട്ടാലും അതെല്ലാം മാറ്റിയിട്ടിട്ടിരിക്കും. അതൊക്കെ ദേഹത്ത് മുണ്ടുമ്പോൾ എന്തോ ഇറിറ്റേഷനാണെന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം ഒന്നെങ്കിൽ അതെല്ലാം ഒരു മൂലയ്ക്ക് കൂട്ടിയിടും, അതല്ലെങ്കിൽ എല്ലാം താഴെ ഇടും. നമ്മൾ വഴക്ക് പറഞ്ഞു കഴിയുമ്പോൾ എടുത്ത് മേളിലിടും, പിന്നെ അവരിരുന്ന് നിരങ്ങി അതെല്ലാം താഴെയിടും. അപ്പോൾ നമ്മളുടെ പിന്നെ കുറേ പേപ്പറുകളും എല്ലാം നിലത്ത് കാണും. കട്ട് ചെയ്ത കുറേ പേപ്പറുകൾ, പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കത്രിക ഒരു സൈഡിൽ, അങ്ങനെ എല്ലാം ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ കാണും. നമ്മൾ നീറ്റാക്കി ഇട്ടാലും വെറുതെയാണ്. മിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണെന്നൊക്കെ. അങ്ങനെ നെയ് റോസ്റ്റൊക്കെ ചുട്ടിട്ടുണ്ട്. ഇനി രണ്ടുപേർക്കും കൊണ്ട് നെയ് റോസ്റ്റൊക്കെ കൊടുത്തു. രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. TV കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. അതാണ് അവിടെ നിലത്ത് അങ്ങനെ പോയിരിക്കുന്നത്. ഇനി എനിക്കൊരു 2-3 ചപ്പാത്തി ഉണ്ടാക്കണം. അതിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കുവാണേ. നമുക്ക് ഇതുപോലെ വോയിസ് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം അവർ TV വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് അങ്ങനെ പറഞ്ഞ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് മിക്ക വീഡിയോസും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമുക്കിന്ന് ചിക്കൻ തോരനും മീൻകറിയൊക്കെ ആയിരുന്നു. അതിൽ ചിക്കൻ തോരൻ എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ മീൻകറി കൂട്ടി ചോറൊക്കെ ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ ഡ്യൂട്ടിക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൂടെയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ തീരും.
ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കണം. നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ ഭയങ്കര മടുപ്പായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ഒന്നിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാണ്ട് പല പല ദിവസങ്ങളായിട്ട് കുറേശ്ശെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ നമുക്കൊരു മടുപ്പും തോന്നത്തില്ലല്ലോ. എന്താണെങ്കിലും കുറേ സമയം വേണം. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ഒറ്റയൊരു ദിവസം ഇതെല്ലാം സെറ്റ് ചെയ്യാനിരിക്കുന്നെങ്കിൽ. അതുകൊണ്ട് ഞാൻ പല പല ദിവസമായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കും. അങ്ങനെ കുറേശ്ശെ ചെയ്തതാണ് ഇത്രയും. ഇനി നമുക്കൊരു 3-4 ബുക്കും കൂടെയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ. ദേവൂട്ടൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബിച്ചൂട്ടൻ്റെ ഇനിയൊരു കുറച്ച് ബുക്ക് കൂടെ ഉള്ളൂ. ഇന്ന് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രീ ആകും. കാരണം അത് ചെയ്യാനുണ്ടല്ലോ എന്ന് ഇനി ഓർക്കണ്ടല്ലോ. സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നല്ല ഫ്രീ ആയിട്ടിരിക്കാം. എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിടുന്നത് ആദ്യ ദിവസങ്ങളിലൊന്നും അങ്ങനെ പഠിപ്പിക്കത്തൊന്നുമില്ലായിരിക്കും. എന്നാലും പിറ്റേ ദിവസമൊക്കെ തൊട്ട് ക്ലാസ് എടുത്ത് തുടങ്ങുന്നത് നമുക്ക് പിള്ളേരെ അങ്ങ് പഠിപ്പിച്ച് തുടങ്ങാം. അതല്ലാണ്ട് ഇത് പൊതിയാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനേ ഒരു സമയം കാണുള്ളൂ. അത് പൊതിഞ്ഞെടുക്കുന്നതിന് ഓരോ ഇതൊക്കെയുണ്ട്. നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നതൊക്കെ പല രീതിയിലൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 സെറ്റുണ്ട്, 4 ടൈപ്പ്. ആനിമൽസിൻ്റെ ഉണ്ട്, ബേർഡ്സിൻ്റെ ഉണ്ട്, പിന്നെ കുറച്ച് കുട്ടീസിൻ്റെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇമോജി ഉണ്ട്. അതിങ്ങനെ മാറി മാറി നമ്മൾ ഒട്ടിച്ചെടുക്കണേ. ദേവൂട്ടൻ്റെ കളറിംഗ് ബുക്ക് മാത്രം, ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ഇത് മാത്രം ഞാൻ പൊതിഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ഈ ഒരു നെയിം സ്ലിപ്പുകളാണുള്ളത്. അത് നമ്മൾ മാറി മാറി ഒട്ടിക്കണം. ഒരു ബുക്കിൽ ഇമോജി ആണെങ്കിൽ അടുത്ത ബുക്കിൽ ബേർഡ്സ്, അങ്ങനെ മാറി മാറി ഒട്ടിക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രം എൻ്റെ അടുക്കൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ ഓരോ ബുക്കും സെറ്റ് ചെയ്യാൻ എടുക്കുമ്പം 2 പേരും വന്നിരിക്കും. എന്നിട്ട് അവർ തന്നെ സെലക്ട് ചെയ്യും ഏത് നെയിം സ്ലിപ്പ് ഒട്ടിക്കണമെന്നൊക്കെ. കുറേ ദിവസമായി കഴിഞ്ഞപ്പോൾ പിന്നെ മടുത്തെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അമ്മ തന്നെ ഒട്ടിച്ചോളാൻ പറഞ്ഞ്. ഈ ഒരു കുറച്ച് ഭാഗമൊക്കെ വിച്ചൂട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കയ്യിലിരുന്നത് ഷെയ്ക്ക് ആകുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, അമ്മ ഞാൻ എടുത്തിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ആകുന്നുണ്ട്, ഞാനൊന്ന് ഇരുന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്നെടുത്തു, പിന്നെ ഇരുന്നെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മതിയാക്കിയ ആൾ പോയി കേട്ടോ. പിന്നെ ഞാൻ തന്നെ വെച്ച് എടുക്കുമായിരുന്നു. അതാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയ്ക്ക് ആകുന്നത്.
ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റും ചെയ്യണം. അപ്പം മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.